അസ്സലാമു അലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ നമുക്കും സുഖം തന്നെ. ഇന്ന് നല്ല മഴക്കാലം അല്ലേ? നമുക്ക് റവ വെച്ചിട്ട് നല്ലൊരു കാരോലപ്പം ഉണ്ടാക്കിയാലോ? എളുപ്പ കാര്യം. അതിന് ഞാനിതാ ഒരു പാട്ട, ഞങ്ങൾ രണ്ടുപേരെയും ഒരു പാട്ട കണക്കായിട്ട് ഞാൻ റവ എടുക്കുന്നുണ്ട്. നല്ല അരിച്ചെടുത്ത റവയാണ്. ഈ റവ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് വെക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഞാൻ ഒരു പാട്ട റവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം, നന്നായി എന്നിട്ട് നമുക്കിത് കലക്കാം. നല്ല പൊതിർന്ന് വരും അന്നേരം. എന്നിട്ട് നമുക്കിത് 2 മിനിറ്റ് വരെ ഇതൊന്ന് അരച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ജ്യൂസിലിട്ടിട്ട് അരക്കാം. അങ്ങനെ നന്നായി നമ്മളിതാ വെള്ളം ഉരുകി അങ്ങനെ ഇത് ഞാൻ തണിയാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ തേങ്ങ വറുക്കാൻ വെക്കട്ടെ. വെള്ളം തണിയാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു പാത്രം എടുത്ത് ഇതാ, നമ്മളെ കടുകെല്ലാം കാച്ചുന്ന പാത്രമാണ്. നമുക്ക് അതിലൊന്ന് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ഇതാ ഒരു മുറി തേങ്ങ നന്നായി ചെറുതായിട്ട് മുറിച്ചെടുത്തിന് ഞാൻ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഞാൻ തേങ്ങ കുറച്ചായിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് ഇടാൻ പറ്റില്ല, കുറച്ചായിട്ട് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങപ്പൂളും എള്ളും കൂടുതലുണ്ടെങ്കിൽ നല്ല രസമാണ് നമുക്ക് കാരപ്പം തിന്നാൻ വേണ്ടിയിട്ട്. എള്ളും കൂടുതൽ വേണം, തേങ്ങയും കൂടുതൽ വേണം. എല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് ചുട്ട് നോക്കണം. വൈകുന്നേരത്തെ ചായക്ക് ഇതിന് കമൻറ്റിൽ അറിയിക്കണേ. ചുട്ടിച്ചായ എല്ലാവരും തിന്നിട്ട് ചായയും കുടിച്ചിട്ടേക്ക് എന്നെ കമൻറ്റിൽ അറിയിക്കണം എങ്ങനെയുണ്ട്. ഇത് ഫുള്ള് വറുത്തിട്ട് എടുക്കട്ടെ ഞാൻ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ വെള്ളം നന്നായി ഉരുക്കി ഞാൻ ഇത് അരിച്ചെടുക്കുന്നുണ്ട്. എന്തെങ്കിലും പൊടികളുണ്ടെങ്കിലോ ഇപ്പോഴത്തെ വെള്ളം നല്ല അരിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ ഇതാ ഒരു മുറി തേങ്ങ നന്നായി വറുത്ത് വെച്ചത്, തേങ്ങയും എള്ളുമാണ് കുറച്ച് കൂടുതൽ നമ്മൾ ഇടേണ്ടത്. അതിലേക്ക് ഞാനിതാ ഒരു 3 സ്പൂണ് എള്ള്, നന്നായി നമുക്കിതൊന്ന് കലക്കി വെക്കാം. ഇതെല്ലാം ആക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ട്. 2 മിനിറ്റേ വെക്കണ്ടു. 2 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് വെളിച്ചെണ്ണയിൽ അപ്പം ചുട്ടാലേ രസം ഉണ്ടാവും. എല്ലാവരും പറയും എന്താ വെളിച്ചെണ്ണയിൽ തന്നെ ആക്കുന്നു, പാം ഓയിലിൽ ആക്കിക്കൂടെ? എനിക്ക് ഇഷ്ടമല്ല, വെളിച്ചെണ്ണ തന്നെ വേണം. ഒഴിച്ച് വെച്ചിട്ട് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കാം. നന്നായി പൊന്തി വരുന്നുണ്ട്.
റവയല്ലേ, നല്ല രസം ഉണ്ടാവും തിന്നാൻ വേണ്ടിയിട്ട്. ഇതാവട്ടെ. അങ്ങനെ നന്നായി ഇതാ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ആ വലിയ കയ്യിൽ മാറ്റി ഇപ്പോൾ ചെറിയ കയ്യിലെടുത്തു. ചെറിയ കയ്യിലാകുമ്പോൾ നല്ല ഇതിൽ പോരാൻ പറ്റും. മഴക്കാലത്ത് ഇങ്ങനെല്ലാം ചുട്ടിട്ട് ചായ കുടിക്കുമ്പോൾ നല്ല രസമാണ്. നല്ല പൊരിഞ്ഞ് വന്നിന്. പൊരിയട്ടെ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തിന്നിട്ടായിട്ട് പറയണം എന്നോട് കമൻറ്റിൽ എങ്ങനെയുണ്ട്. അരിക്ക് ചുട്ടാൽ പോലും ഇത്ര ടേസ്റ്റ് കിട്ടൂല. അതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ട് നമുക്ക്. അടിപൊളി കാരോലപ്പം. പിന്നെ നമുക്ക് ചായ കുടിക്കുമ്പോൾ കാണാം. അങ്ങനെ നമ്മളെ കാരോലപ്പം ഇവിടെ റെഡിയായി. ചായയും കട്ടൻ ചായയും നമുക്ക് കുടിക്കാം. നല്ല മഴ പെയ്യുന്നുണ്ട്. സ്പോഞ്ച് തന്നെ. എല്ലാവരും ചുട്ടു നോക്കണം കേട്ടോ. ഇത് കമൻറ്റിൽ പറയണം. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോയ്ക്ക് നാളെ വരെ. അസ്സലാമു അലൈക്കും.